വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ ടെൻഷൻ ഇല്ല, പാട്ട് പാടിക്കൊണ്ട് പോകുന്നില്ല. ആ ടെൻഷൻ ഒഴിവാക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നു എല്ലാവരും. ഏവർക്കും ബൈജൂസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം മംഗലാപുരം 47 എന്നറിയപ്പെടുന്ന ട്രെയിനിലാണ്. കണ്ണൂരിൽ നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പയ്യന്നൂർ പിന്നിട്ടിരിക്കുകയാണ്. ഒരു ഗായക സംഘത്തോടൊപ്പമാണ് നമ്മളുള്ളത്. കഴിഞ്ഞ 6 വർഷമായി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്ന, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും നേവൽ അക്കാദമി ആണെങ്കിലും ഹാർബർ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള മുഴുവൻ മേഖലകളിലുള്ള ആളുകളെ ഒരു പാട്ടിന്റെ പേരിൽ അവർ കൂടിച്ചേർന്നുകൊണ്ട് രാവിലെ ട്രെയിൻ യാത്ര ദുരന്തമാണെന്ന് പറയുന്ന ഒട്ടനവധി വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ ട്രെയിൻ യാത്ര ആസ്വദിക്കുന്ന ഒരു ടീം അംഗത്തോടൊപ്പമാണ് ഞാനെന്നുള്ളത്. ഇവരെ പരിചയപ്പെടാനും ഇവരുടെ പാട്ട് കേൾക്കാനും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളിലേക്കും എത്തിക്കുവാനുമുള്ള ഒരു ചെറിയ എപ്പിസോഡാണിത്. നമുക്ക് ഇവരുടെ പാട്ടും ഇവരെയും അടുത്തറിയാം. യെസ്, അത് ഞാൻ കുറച്ച് മാസമേ ആയിട്ടുള്ളൂ ഈ ടീമിലേക്ക് വന്നിട്ട്. അതിനുശേഷം മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ഭയങ്കര മാറ്റമാണ് എനിക്ക് സംഭവിച്ചത്. അതിനു മുന്നേ ഭയങ്കര ഒരു മൂഡിയായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഈ പാട്ടും കാര്യങ്ങളിലൂടെയും കടന്നു പോയതിന് ശേഷം വളരെ ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സ്കൂളിലെ തിരക്കുകൾ മാറ്റിവെച്ചാൽ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി വളരെ വലുതാണ്. ഞാൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. കാസർഗോഡ് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്, മാർക്കറ്റിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിൽ സ്ഥിരമായി യാത്ര ചെയ്യുമ്പോൾ ഈ കൂട്ടത്തിലുള്ള ഒരാളാണ് എന്നെ ഈ ഗ്രൂപ്പിലേക്ക് എത്തിക്കുന്നത്.
അങ്ങനെ നമ്മളൊരു കൂട്ടായ്മയായിട്ട് അങ്ങനെ വളർന്ന് പിന്നെ നമ്മളൊരുപാട് സ്റ്റേജ് പരിപാടികളിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടീമാണ്. ഭയങ്കര ടാലൻറ്റഡ് ആയ ആൾക്കാരുണ്ട് ഈ ടീമിൽ. ഞാൻ ഈ ജൂൺ മുതലാണ് ഇവരിൽ കൂടിയത്. പാടൂലെങ്കിലും എല്ലാവർക്കും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. നല്ല ടീച്ചേഴ്സ് ആയാലും ഇവിടെയുള്ള എല്ലാവരും നന്നായി പാടുന്നവരാണ്. നമ്മൾക്ക് എന്താ പറയുക, നല്ലോണം നമ്മൾ ആസ്വദിക്കുന്നുണ്ട് ഈ യാത്ര. യാത്രകളിൽ വളരെ ഊർജം പകരുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ പാട്ടുകളൊക്കെ നമുക്ക് പഴയകാലത്തെ ഒരു നൊസ്റ്റാൾജിയ അനുഭവപ്പെടുന്ന പാട്ടുകളാണ്. അധികം മെലഡി സോങ്സ് ആണ് ഇത് പാടാറുള്ളത്. വളരെ നല്ല അഭിപ്രായം, വളരെ നല്ല രീതിയിൽ പാടുന്നുണ്ട്. നമ്മളൊരു ആസ്വാദകൻ എന്ന നിലക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു കൂട്ടത്തിൽ വന്നിരിക്കാനുള്ള വളരെ ആഗ്രഹം. ദിവസേനയുള്ള ഈ യാത്ര എപ്പോഴും ഒരു ബോറടിയാണ്. ആ ബോറടിയിൽ മാറ്റാൻ, അതുപോലെ നമുക്ക് ഡെയിലി ഓഫീസിലേക്ക് പോകാനുള്ള ഒരു എനർജി ഈ പാട്ട് തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ബോറടിച്ചുകൊണ്ടുള്ള യാത്രയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നത് ഈ പാട്ടാണ്, പാട്ടുകൂട്ടമാണ്. ഈ ഒരു യാത്രയിൽ പാട്ടുപാടുന്ന ഇവർക്ക് മാത്രമല്ല, തൊട്ടപ്പുറത്തിരുന്ന് പാട്ട് കേൾക്കുന്ന ആളുകൾക്കും ഒരു വൈബ് ഇവർ സമ്മാനിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും സന്തോഷകരമായ ഒരു ദിവസം നൽകുന്നതിൽ ഈ ഗായക ടീമിന് ഈ ട്രെയിനിലുള്ള പങ്ക് ചെറുതല്ല. ഏവർക്കും ബൈജൂസ് ചാനലിൻ്റെ ആശംസകൾ.